നമസ്കാരം. അന്നപൂരണി സിനിമയ്ക്ക് പിന്നാലെ ഉയർന്ന വിവാദത്തിൽ ക്ഷമ ചോദിച്ച് നയൻതാര. താൻ തികഞ്ഞ ദൈവവിശ്വാസിയാണെന്നും ആരുടെയും വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും നയൻതാര വ്യക്തമാക്കി. സിനിമയിലൂടെ പോസിറ്റീവ് സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്നും അവർ പറഞ്ഞു. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുള്ള ചിത്രം OTTയിൽ എത്തുമ്പോൾ വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും നയൻതാര പറയുന്നു. ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് പങ്കുവച്ചത്. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ക്ഷമാപണ കുറിപ്പ്. സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. മതവികാരം വ്രണപ്പെടുത്തി എന്ന പരാതിയിൽ നയൻതാരയ്ക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് അധികൃതർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. നെറ്റ്ഫ്ലിക്സിലെ അന്നപൂരണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലാണ് കേസെടുത്തത്. മതവികാരം വ്രണപ്പെടുത്തി എന്ന് കാണിച്ച് ഹിന്ദു സംഘടനകളായിരുന്നു പരാതി നൽകിയത്. സിനിമയ്ക്കെതിരെ വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ നയൻതാര കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ തമിഴ് സിനിമ അന്നപൂരണി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കിയിരുന്നു. ചിത്രത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി. നിലേഷ് കൃഷ്ണയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാഡ് സ്റ്റുഡിയോസും ട്രിഡന്റ് ആർട്സും ചേർന്നാണ്. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ അന്നപൂരണി രംഗരാധൻ എന്ന വേഷമാണ് നയൻതാര അവതരിപ്പിച്ചത്. ഒരു പാചക വിദഗ്ധയാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് അന്നപൂരണി. സസ്യേതര ഭക്ഷണം പാകം ചെയ്യാൻ അവൾ പല പ്രതിസന്ധികളും നേരിടുന്നു. ജയ് അവതരിപ്പിക്കുന്ന ഫർഹാൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ നായകൻ. ശ്രീരാമൻ മാംസബുക്കായിരുന്നുവെന്ന് ജയ് അവതരിപ്പിച്ച കഥാപാത്രം നയൻതാരയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്. ബിരിയാണി പാകം ചെയ്യുന്നതിന് മുൻപ് അന്നപൂരണി നിസ്കരിക്കുന്നുമുണ്ട്. ഇത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇക്കാര്യങ്ങളും ഒപ്പം ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് പരാതി നൽകിയത്. വിമർശനം രൂക്ഷമായതിന് പിന്നാലെയാണ് സംഭവത്തിൽ ക്ഷമ ചോദിച്ച് നയൻതാര രംഗത്തെത്തിയത്. അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ, നിർമ്മാതാവ്, നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ശ്രീരാമനെ അനാദരിക്കുകയും സിനിമയിലൂടെ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. നയൻതാര, സംവിധായകൻ നിലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജതിൻ സേത്തി, R രവീന്ദ്രൻ, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിൽ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെയാണ് ഹിന്ദു സേവാ പരിഷത്ത് OMD പരാതി നൽകിയത്. ഡിസംബർ 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഡിസംബർ 29 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രം പിൻവലിച്ചത്. വലതുപക്ഷ സംഘടനകളായ ബജ്രംഗ് ദളും ഹിന്ദു IT സെല്ലും നയൻതാരയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ ഇതുകൂടാതെ വേറെ 2 പരാതികളും നൽകിയിട്ടുണ്ട്. ഹിന്ദു സേവാ പരിഷത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ അതുൽ ജസ്വാനിയാണ് ജബൽപൂരിൽ പരാതി നൽകിയിരിക്കുന്നത്. അന്നപൂരണി ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയെന്നും സനാതനധർമ്മത്തെ അപമാനിച്ചെന്നും ശ്രീരാമനെതിരെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തിയെന്നും ഹിന്ദു സേവാ പരിഷത്ത് ആരോപിച്ചു. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായി അഭിനയിക്കുന്ന നയൻതാര ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിജാബ് ധരിച്ച് നമസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ സിനിമയിലുണ്ട്. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് അവളെ മാംസം മുറിക്കാൻ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു എന്നും ശ്രീരാമനും സീതാദേവിയും മാംസം കഴിച്ചിരുന്നു എന്നാണ് ഈ കഥാപാത്രം അവകാശപ്പെടുന്നതെന്നും പരാതിയിൽ പറയുന്നു. സിനിമ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അതുൽ ജസ്വാനി ആരോപിച്ചു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാദം. പരാതിക്കാരിൽ ചിലരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനിടെ വിവാദങ്ങൾക്കിടെ ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസ് മാപ്പ് പറയുകയും സിനിമ ഹിന്ദുക്കളുടെയും ബ്രാഹ്മണരുടെയും വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത് രംഗത്തെത്തിയിരുന്നു.